പിന്നെ നമ്മുടെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വന്ന കാര്യമാണ് ഡബിൾ മീനിങ് ജോക്സ്. അത് ഭയങ്കരമായിട്ട് ആരും അറിയാഞ്ഞിട്ടാണ്. എന്താ സംഭവം? ഞാൻ കള്ളം പറയില്ല, എവിടെയോ 1-2 പ്രാവശ്യം ഞാൻ ഡബിൾ മീനിങ് ജോക്സ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ മൊത്തം 95 ഡേയ്സ് കേൾക്കേണ്ടി വന്നത്. പറയാത്ത സ്ഥലത്തൊക്കെ ഡബിൾ മീനിങ് അല്ല ആരെന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തിരുത്താൻ കൊള്ളാമെന്നുണ്ട്, ഒന്നും വിചാരിക്കാതെ പറഞ്ഞ തിരുത്തിയെ കൊള്ളാമെന്നുള്ള ഡബിൾ മീനിങ് എന്താ? ഉണ്ട്. അവിടെ ഈ അനുമോളുടെ സമയത്ത് അനുമോള് അവളുടെ ആരെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞ അങ്ങനെ സാധനം ടാസ്ക് ഉണ്ടായപ്പോൾ അനുമോൾ പറഞ്ഞു എനിക്കൊരു ചെറുതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു വലുതുണ്ട്. സത്യം. അപ്പൊ അവൾ പറയുന്നത് എനിക്കൊരു ചെറുതുണ്ടെന്ന് പറഞ്ഞാൽ ഐ അണ്ടർസ്റ്റുഡ്. എനിക്ക് മനസ്സിലായി അവൾക്ക് ചെറിയ സിസ്റ്റർ ഉണ്ട്. എനിക്കൊരു വലുതുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലായില്ല. ഈ പറഞ്ഞ അക്ബറും ഷാനവാസും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുക അവിടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ ചിരിക്കണത്? നീ പറഞ്ഞ മീനിങ് വലുതെന്ന് പറഞ്ഞാൽ വേറെ എന്തോ. അപ്പൊ ഞാൻ എന്റെ അക്ബറെ ഇനി അങ്ങനെ നീ വളച്ചു പിടിക്കില്ലട്ടാ. ഞാൻ പറഞ്ഞു അനുമോളത് കേട്ട് എന്നെ കത്തിയെടുക്കും. മലയാളി ഓഡിയൻസ് ഒക്കെ എന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ എന്നെ പിടിച്ചിങ്ങനെ കീരും. കുടുംബ പ്രേക്ഷകർ കാണേണ്ട ഷോയാണ്. ഒന്നും ഓർഡർ ചെയ്യണ്ടേ അത് കേട്ടിട്ട്. ഞാൻ പറയടാ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊരു വലുതെന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ ബ്രദർ ഉണ്ട്. അവൾക്ക് ചെറുതെന്ന് എനിക്ക് വലുതുണ്ടാകാൻ പറ്റി പാടില്ലേ. ഈ ടോപ്പിക്കാണ് എൻ്റെ പൊന്നോ ആ വീട്ടിൽ ചർച്ചയായി മാറിയാനെ. പക്ഷെ അത് ഒതുക്കി വിട്ടു എല്ലാവരും. ഞാൻ അതന്നെ ഉദ്ദേശിച്ചത്. പക്ഷെ എന്റെ മുഖം കണ്ടുമ്പോഴെങ്കിൽ ഈ പറയുന്ന എക്സ്പ്രഷൻസ് കാണുമ്പോൾ ആൾക്കാർ ഡബിൾ മീനിങ് ആണ്. പിന്നെ ആദില നൂറ ഇവരുടെ കൂടെ കോംബോയിൽ ഇരുന്നിട്ടും കുറച്ച് ഈ മറ്റേ പാലിന്റെ കാര്യമൊക്കെ, നീ ഒരു പാൽ കുപ്പിയാ, ഞാൻ അങ്ങനെ പാൽ താ ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ടുപോവാ നിങ്ങൾ എല്ലാവർക്കും അവരുടെ ഷെയർ ഉണ്ട് പാലിന്റെ. എല്ലാവർക്കും ഇത്ര പാൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവൻ എന്നെ പാൽ കുപ്പിന്ന് വിളിച്ചപ്പോ ഞാൻ അതിന് സൗകര്യം എന്താ എനിക്ക് ആ ഫ്രിഡ്ജിൽ നിങ്ങളുടെ പാല് കൂടി താ ഇങ്ങോട്ട്. ഐ വാസ് വോണ്ട് ഡ്രിങ്ക് ദാറ്റ്. ഐ ആം ഓൾസോ തേഴ്സ്റ്റി. യു ഗിവ് മീ. സംസാരിച്ചാൽ മാത്രം പോരാ, നീ ആ സാധനം ചെയ്യണം. പാൽ വേണോ മോനെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ഡയലോഗ് പറഞ്ഞു. ആരെയും പാൽ വേണോ മോനെ, പാൽ കുപ്പി. നമ്പർ വേണം താ കൊണ്ടുപോവാ ഫ്രിഡ്ജിൽ നിന്ന്. നീ ഫ്രിഡ്ജ് ഇട്ടത് കുറച്ച് ലേറ്റ് ആണല്ലോ, അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ ആര്യം. അപ്പൊ നിനക്ക് എവിടെ നിന്നാ പാൽ വേണ്ടത്? അങ്ങനെയൊക്കെ പാളിച്ച് പിടിച്ച് എന്നെ അവിടെ ഡബിൾ മീനിങ്ങിന്റെ ആശാനാക്കി. പക്ഷെ ഇതേ സംഭവം തന്നെ ഈ എല്ലാ കാര്യങ്ങളും പറയുന്ന അനുമോളും നിവിനും കൂടെ ഉള്ള ടോപ്പിക്. ഞാൻ അനുമോൾ ഇങ്ങനെയൊക്കെ പറയുമോ? മറ്റേ നിവിന്റെ മറ്റേ ഇതിന്റെ ബ്രീഫിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഈ സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ആരും ഡബിൾ മീനിങ് ജോക്സ് പറയാത്ത ആൾക്കാരും ഇല്ല. പക്ഷെ ഹൈലൈറ്റ് ആണെന്ന് ഞാൻ എന്താ കാരണം എനിക്ക് എന്നെ ചൂണ്ടി കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണം. പക്ഷെ ഞാൻ ഈ വീട്ടിൽ കുറെ ഈ പറഞ്ഞ പോലെ നീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ, കുറെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾക്കാർക്ക് എന്നോട് ഇങ്ങനെ വെറുപ്പില്ല. പക്ഷെ ചൂണ്ടി കാണിക്കേണ്ട സമയത്ത് അവർക്ക് എന്തെങ്കിലും വേണം. അപ്പൊ ഇവർ പറയും അവൻ ഡബിൾ മീനിങ്ങിന്റെ. എനിക്ക് എത്ര 3 വർഷം എവിക്ഷൻ വന്നു ഈ കാരണം, ഡബിൾ മീനിങ് ജോക്സ് പറയുന്ന കാരണം. ഞാൻ പറഞ്ഞത് എന്റെ പൊന്നോ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു യു ഡോണ്ട് ഹാവ് ദ പവർ ടു ടോക്ക് അബൌട്ട് അഗൈൻസ്റ്റ് സമൺ. എന്നോട് ചോദിക്ക്, ടെൽ മീ 5 നെഗറ്റീവ് തിങ്സ് അബൌട്ട് സമൺ. ഞാൻ 100 പറയാം. ഐ ഹാവ് 100 പോസിറ്റീവ് പോയിന്റ്സ്, 100 നെഗറ്റീവ് പോയിന്റ്സ് അബൌട്ട് എവരി വൺ ഇൻ ദ ഹൗസ്. എനിക്ക് എല്ലാവരും അത്ര ഡീപ്പായിട്ട് ഇപ്പൊ മനസ്സിലാക്കി ഞാൻ. അപ്പൊ എനിക്ക് എല്ലാവരും പീപ്പിൾ വേറെ ഒന്നുമില്ല മൈൻഡിൽ. ആയിരുന്നു ഞാൻ നോമിനേറ്റ് ചെയ്യണത് അവൻ ഈ വീട്ടില് ആക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല, നല്ല ഗെയിമറെന്ന് പറയാൻ പറ്റില്ല, ടാസ്കിൽ ബാഡ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആരും ഞാൻ വെയിറ്റ് ചെയ്യണത് ഡബിൾ മീനിങ് ജോക്സ് കാരണമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ പൊന്നു എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വോട്ട് ചെയ്യണത്? നിങ്ങൾ കാരണം പറ. ഐ ഗിവ് ഗുഡ് റീസൺസ്. ഞാൻ ഇവനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബിക്കോസ് ഈ ടാസ്ക് വന്നപ്പോൾ ഇയാൾ വിന്നിങ് ലൂസിങ്ങിൻ്റെ എല്ലാം അവൻ എഫർട്ട് കൊടുത്തില്ല ഷാനവാസ്. ആ ടാസ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു ഷാനവാസിനെ. അത് മോശമാണ്, ഹാർട്ട് പേഷ്യൻ്റ് ആണ്, അങ്ങനെ മാറി നിൽക്കരുതെന്ന് പറഞ്ഞാൽ കുറേ പറഞ്ഞു. ഇതാണ് റീസണാണ് എൻ്റെ. പക്ഷെ ഇവർ പറയുന്നത് റീസൺ അല്ല. ഇവർക്ക് പറയുന്നത് ഈ ഡബിൾ മീനിങ് ജോക്സ് ആണ്, എല്ലാം കോമഡിയാണ്, എല്ലാം ചിരിക്കാറുണ്ട് എപ്പോഴും. ഐ ഫീൽ വെരി ലൈക്ക് ഡം. ഐ സോ ഡം. ഈ ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതെങ്ങനെയാ, റിയൽ ആണോ? ഷാനവാസും അനീഷ് തമ്മിലോ? എനിക്ക് പൊതുവേ ആരുടെ റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണോ ഇല്ലെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ റിയൽ ആയിരുന്നു. ഞാൻ അവിടെ ജില്ലയിലൂടെ നിന്നത് ഭയങ്കര ജെന്യൂൻ ആയിരുന്നു. പിന്നെ കാണുമ്പോൾ ഇവർ തമ്മിൽ സംസാരമൊക്കെ നല്ലോണം ഇങ്ങോട്ട് ഷാനവാസിനും അനീഷും നല്ല ബോണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ ഫീൽ ദാറ്റ് ദേ ആർ നൈസ്. ലൈക്ക് രണ്ടുപേരും ചിലപ്പോൾ ഫൈറ്റ് മാത്രമേ ഉള്ളൂ ഇവരതില്ല, പക്ഷെ ഇവര് ഫൈറ്റിലൊരു സ്നേഹമുണ്ട്. അങ്ങനെ ദേ ലുക്ക് ലൈക്ക് ദേ ഫൈറ്റിംഗ് ഓൾവേസ്. പക്ഷെ എവിടെയോ ഈ പറഞ്ഞ പോലെ ഷാനവാസേ നീ വാടാന്നൊക്കെ വരുമ്പോൾ ലവ്. ഐ ഫീൽ നല്ല സ്നേഹമുള്ള ആൾക്കാരുണ്ട് വരും. ഈ ആര്യന് നെഗറ്റീവ്സ് വന്നിട്ടുള്ള 1-2 സംഭവങ്ങളുണ്ട്. അതിലൊരെണ്ണം നമ്മുടെ റെനയായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. റെന ഇങ്ങനെ വന്ന് ആര്യന്റെ ബെഡിൽ കിടന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കാലെടുത്ത് ക്രോസ് വെച്ചു. അപ്പൊ എനിക്ക് അത് ആദ്യം കണ്ട സമയത്ത് ഫീൽ ചെയ്തത് ഒരു എന്താ പറയാ സിബ്ലിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫൈറ്റ് പോലെ. ബട്ട് അത് ആര്യന് ഭയങ്കര നെഗറ്റീവായി. ആൻഡ് റെന കരഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു പ്രഷർ കുക്കർ മാതിരിയാ.
ബിഗ് ബോസ് വീട് എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് ഭയങ്കര ഹൈപ്ഡാണ്. ഈ ഇമോഷൻ ഇങ്ങനെ തീരുന്ന ഇമോഷൻസേ ഉള്ളൂ. പക്ഷെ അവിടെ റെന സൈഡിലും തെറ്റല്ല ഞാൻ പറയില്ല. അവളുടെ രീതിക്ക് അവള് കറക്റ്റാണ്. ബോയ്ഫ്രണ്ട് ബാഡായിട്ട് തോന്നുന്നു, അവൾക്ക് ബാഡായി തോന്നി, അവൾ അവളുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. യു ആർ ലൈക്ക് മൈ യങ് വൺ, യു ലൈക്ക് മൈ സമൺ ഹു ഐ ലവ് ദ മോസ്റ്റ് ഇൻ ദ ഹൗസ്. നീ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്ത് അറിയണം. ഐ വിൽ ഓൾവേസ് ബി ദേർ വിത്ത് യു നോ മാറ്റർ വാട്ട് എവർ ഫൈറ്റ് ഹാപ്പൻസ്. അങ്ങനെ തീർത്ത് സോൾവ് ചെയ്ത സാധനമാണത്. ഞാൻ അങ്ങനെ ഇൻറ്റൻഷൻ ചെയ്തിരുന്നില്ല. പക്ഷെ അതങ്ങനെ ആയിപ്പോയി. പക്ഷെ റെന ഓൾസോ ഐ ഫീൽ ഷീ ഈസ് വെരി സ്വീറ്റ് ഓഫ് ഹർ. പുറത്ത് വന്നിട്ട് ഇന്റർവ്യൂവിൽ എന്താ പറഞ്ഞാൽ എൻ്റെ കുറച്ച് ഈസ് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, രണ്ടുപേരും തമ്മിൽ എല്ലാം ഓക്കെയാണ്. നെക്സ്റ്റ് ഡേയും റെന കരഞ്ഞു. അപ്പോൾ എപ്പോഴെങ്കിലും അതൊരു ഗെയിമായിട്ട് റെന എടുത്ത പോലെയോ എന്തെങ്കിലും ഫീൽ ചെയ്തോ? ആ വീട്ടിനകത്ത് നമുക്ക് തോന്നും ചിലപ്പോൾ ഗെയിമാണ്. പക്ഷെ അത് എനിക്കിപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് അത് ഗെയിമൊന്നും അല്ല. അതാ പറഞ്ഞ ഈ പറഞ്ഞ പോലെ പ്രഷർ കുക്കറിൽ ഇമോഷൻസ് ഇങ്ങനെ ഹൈപ്പായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഇമോഷൻ ഔട്ട് ബേസ്റ്റ് പറഞ്ഞ് പറയാം. അവൾക്ക് തോന്നി നെഗറ്റീവുണ്ടാവും, എനിക്കിത് പറയാൻ പറ്റുമോ? അവളുടെ മനസ്സല്ലേ അത്. ഷീ ഈസ് ടോട്ടലി ഫൈൻ മാൻ, ഷീ ഈസ് എ ചിൽ ഗേൾ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നെഗറ്റീവായത് ആരെയും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സീസൺ 3 നമ്മുടെ റംസാനെ നല്ലൊരു പണിഷ്മെന്റ് കൊടുത്തത് ചെരുപ്പെടുത്ത് എറിഞ്ഞതിനായിരുന്നു. അപ്പൊ ആര്യന് ഈ സീസണിൽ നമ്മൾ എതിരെ ഇതേപോലെ ചെരുപ്പെടുത്തിട്ട് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് റൈറ്റ് ആയിരുന്നു ചെരുപ്പ് എറിഞ്ഞത്? ഞാൻ ചെയ്ത് കുറച്ച് സാധനങ്ങൾ ഈ വീട്ടിൽ എനിക്കും കുറച്ച് വിഷമമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെരുപ്പിന്റെ കാര്യത്തിൽ എനിക്ക് വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാം. എനിക്ക് പറയാം, ചെരുപ്പ് താഴെയില്ലായിരുന്നത്, ചെരുപ്പ് ഇങ്ങനെയല്ല പോയത്. പുള്ളിക്ക് തൊട്ടിട്ടില്ല, ചെരുപ്പ് പുള്ളിയുടെ 50 മീറ്റർ അപ്പുറത്താ പോയത്. പുള്ളിനെ തൊട്ടിട്ടില്ല, ആരും ദ്രോഹിച്ചിട്ടില്ല. പക്ഷെ ആക്ട് വാസ് ബാഡ്. യു കനോട്ട് ടേക്ക് ചപ്പൽ ആൻഡ് ത്രോ ഡൗൺ. I spoke to myself. ആരെയും അങ്ങനെ നമ്മൾ ഇങ്ങനെ പോലത്തെ ഷോയിൽ വന്നിട്ട് ഇങ്ങനെ പോലത്തെ മണ്ടത്തരം കാണിക്കരുത്. അങ്ങനെ അവനെ കാണിച്ചിട്ടില്ല. ഈ ചെരുപ്പെടുത്ത് ഞാൻ ഇരുന്നത് ജസ്റ്റ് ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി, എന്തെങ്കിലും കൈ മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ താഴെ ഇട്ടു. പക്ഷെ വന്നത് എങ്ങനെയാ, ഞാൻ ചെരുപ്പിട്ട് കൊല്ലാൻ നോക്കി ഒരാളായിരിക്കും, എറിയാൻ നോക്കി, അങ്ങനെയൊക്കെ വരുള്ളൂ പുറത്ത്. ലാലേട്ടൻ എന്നോട് ചൂടായിട്ടില്ല അത്രേ. എനിക്ക് മനസ്സിലായി അത് ഭയങ്കര ഒരു പോകുന്ന കാര്യമാണ്. പക്ഷേ പ്രേക്ഷകർ എന്ന് പറഞ്ഞ കാര്യത്തിലൊക്കെ എല്ലാവരുടെയും ഓട്ടോ ചേട്ടന്മാരും കാണുന്ന എല്ലാ ചേട്ടന്മാരും പറഞ്ഞു ആരെയും ചെയ്ത് ഭയങ്കര മോശമാണ്, ചെരുപ്പ് അങ്ങനെ എറിയരുത്. അപ്പം ഞാനത് ശരിയാ, പ്രേക്ഷകർക്ക് ബാഡ് അടിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തെല്ലാം ബാഡ്. ഐ ഡോണ്ട് മൈൻഡ് ഇഫ് മൈ ഓഡിയൻസ് ആർ സേയിങ് ദാറ്റ് ഐ എം ഡൂയിങ് ബാഡ്, ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. ആര്യൻ ചെയ്ത് തെറ്റാണ്, ചെരുപ്പ് എറിയത്, ഞാൻ ലാലേട്ടാ മാപ്പ് ചോദിക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്യില്ല, സോറി, എക്സ്ട്രീംലി സോറി. അത്രേ ഉള്ളൂ, അത് ഞങ്ങൾ സോൾവ് ആയ ഒരു കാര്യമാണ്. അതുപോലെ ഈ ശൈത്യയുടെ ആ ഒരു സ്റ്റോറി വന്നപ്പോൾ അത് നമ്മൾ എപ്പിസോഡിൽ കണ്ടതിന്റെ പ്രശ്നമാണോ, എന്താ സംഭവം, എന്തിനാണ് നമ്മൾ ശൈത്യയുടെ ഒരു ഇമോഷണൽ ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് ആര്യൻ ഇങ്ങനെ ചിരിക്കുന്നത്, ബാക്കിൽ പോയിരുന്ന് ചിരിക്കുന്നത്. അപ്പൊ ആര്യൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നടുവേദന എടുത്തിട്ട് ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആയതാണ്. അപ്പൊ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് നടുവേദന എടുത്ത ഒരാൾക്ക് അപ്പൊ ചിരി വരുമോ? ഇപ്പോഴും ക്ലിയർ അല്ല. സോ ഈ ഷോയിൽ എല്ലാം കാണിച്ചത് എല്ലാം കറക്റ്റാണ് കാണിച്ചത്. ഓക്കെ, നോ ഡിഫറൻസസ്. ദിസ് ഷോസ് ഐ റെസ്പെക്ട് ദ ഷോ ഫോർ ദാറ്റ്. പക്ഷെ എവിടെയോ സ്മോൾ കട്ട്സിൽ സ്മോൾ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ ശൈത്യയുടെ സാധനം തുടങ്ങിയപ്പോൾ ഞാനും അപ്പാണി തമ്മിലൊരു നോട്ടുണ്ടായിരുന്നു, ലുക്ക് ഉണ്ടായിരുന്നു, ഇങ്ങോട്ടങ്ങോട്ട്. അപ്പാണി നമ്മൾ തമ്മിലൊരു ശരി സംസാരം ഉണ്ടായിരുന്നു. ആ സംസാരം ആരും കേട്ടിട്ടില്ല. അത് ഭയങ്കര കോമഡി ആയിരുന്നു. അപ്പാണിയും ഞാൻ തമ്മിൽ പഴയ ടോപ്പിക്കിൽ വേറെ എന്തോ സാധനത്തിൽ നമ്മൾ ഓൾറെഡി കണക്റ്റിൽ നമ്മൾ മൈൻഡിലുണ്ടായിരുന്നു. ഇവിടെ കൂടി എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ആ വാക്കിന്റെ ബേസ്ഡ് ആയിട്ടൊരു സാധനം നമുക്ക് ഇതിന് മുമ്പ് ഒരു എക്സ്പീരിയൻസ് കോമഡി ഉണ്ടായിട്ടുണ്ട് ഈ വീട്ടിൽ. അത് നോക്കി നമ്മൾ ചിരിക്കാൻ തോന്നിയപ്പോൾ എനിക്ക് ശൈത്യ എന്തോ പറയുന്നത് ഞാൻ കേൾക്കണില്ല, ബാക്കി എല്ലാവരും എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ കേൾക്കണില്ല. എൻ്റെ ഫോക്കസ് പോയതെല്ലാം ആ ഒരു കോമഡിയിലാണ്. ആ കോമഡി ഈ ചിരി നിർത്താൻ പറ്റിയില്ല. അവിടെ അപ്പാണിക്കൊരു പവറുണ്ട്. ഞാൻ അവൻ മിണ്ടാണ്ടിരുന്നു, പക്ഷെ എനിക്ക് തുടങ്ങിയ ചിരി എന്ന് പറഞ്ഞാൽ ഐ കനോട്ട് സ്റ്റോപ്പ് ലാഫിങ്. ഞാൻ ആകെ ഞാൻ കരയുന്നു ഫസ്റ്റ്. അപ്പോൾ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കിങ്ങനെ ആരെയും മണ്ടത്ര കാണിക്കില്ല, ഒരാളുടെ ഇമോഷണൽ സ്റ്റോറിയിൽ ചിരിക്കില്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ സ്റ്റോറി വേറെയാണ്, എല്ലാവരും വേറെയാണ്. അവർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ചിരി വന്നു പോകും. ശരിക്കും അന്നപ്പോൾ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആയി എന്ന് പറഞ്ഞ കള്ളമായിരുന്നോ? അല്ല, ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് അല്ലേ അത്. I never lied over there. I literally had an emotional outburst. Emotional outburst പറഞ്ഞാൽ എന്താ, ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ ഓവർഫ്ലോ വന്നു. ചിരിച്ചപ്പോൾ ഞാൻ വമ്മാതിരി ചിരിച്ചു പോയി. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആവായിരുന്നു. പിന്നെ അത് ബാഡായിട്ട് തോന്നിയോ? പിന്നെ അത് ഞാനത് എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ ഈ ഇൻസിഡന്റ് കഴിഞ്ഞു. അപ്പം എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ആ ഗെയിം കഴിഞ്ഞിട്ട് വന്നൊരു ദിവസം. അപ്പം ഞാൻ ഇങ്ങനെ ഫുൾ റെസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് മോർണിംഗ് ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്ന് ലിവിംഗ് റൂമിൽ വന്നിട്ട് എനിക്ക് കാര്യം സംസാരിക്കണമെന്നുണ്ട്. എല്ലാവരും ഇന്നലെ ഒരു ഇൻസിഡൻറ്റ് നടന്നിരുന്നു. ആ ഇൻസിഡൻറ്റിൽ ഞാനിങ്ങനെ ശൈത്യയുടെ ഒരു ഇമോഷണൽ സ്റ്റോറി, പക്ഷേ സ്റ്റോറി ഞാൻ മര്യാദ കേട്ടിട്ടില്ല, ഞാൻ ഭയങ്കര വേറെ മോഡിലായിരുന്നു. ഇമോഷണൽ സ്റ്റോറി വന്നപ്പോൾ ഞാൻ ചിരിച്ചു പോയി. അത് ഞാൻ കാണിച്ച് ഭയങ്കര ബാഡാണ്, എക്സ്ട്രീംലി സോറി എന്ന്. എല്ലാവരും പറഞ്ഞു ഇറ്റ്സ് ഓക്കേടാ,
ലീവ് എന്ന് പറഞ്ഞാൽ അവസാനം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പുറത്ത് എന്ത് മീഡിയ എന്ത് ചെയ്യുന്നു, നെഗടിച്ചു, എനിക്കൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. വീട്ടിലെല്ലാവരും ഹാപ്പി അല്ലേ, അത് മതി. ഞാൻ ഹാപ്പിയാണ്, അവർ ഹാപ്പിയാണ്, ഓക്കെ കഴിഞ്ഞു. ശൈത്യ നമ്മൾ കെട്ടിച്ചു, ശൈത്യ come on man, you think I'll fight for your, I'll laugh for your reason, I don't know, I'm sorry. She's like, okay man. അവർക്കറിയാം ഞാൻ ഈ കാര്യത്തിൽ ഭയങ്കര ജെന്യുവൻ ആണ്, ഞാൻ സോറി പറയുന്ന ആളാണ്. ഞാൻ ഇവിടെ PR പേടിച്ചിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആളല്ല. ഐ എം ഓൾവേസ് റൈറ്റ്, ഞാൻ ചെയ്ത് കറക്റ്റാണ്, ഞാൻ അങ്ങനെ പോകണം ഈ വീട്ടിൽ ആക്ച്വലി ജയിക്കാൻ വേണ്ടി, അങ്ങനെ പോകണം. ഞാൻ എല്ലാം ചെയ്യുന്നത് കറക്റ്റാണ്, ഞാനൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ആസ് എ ഹ്യൂമൻ ഞാനാണ് ജീവിക്കുന്നത് ഈ വീട്ടിൽ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, മാപ്പ് ചോദിക്കുന്നുണ്ട്, സോറി ഗൈസ്, ഞാൻ എല്ലാം ഓക്കെ ആക്കാൻ നിൽക്കുന്നുണ്ട്. എന്തിനാ? ടു ഗെറ്റ് സിമ്പത്തി ഓർ നോ, ദാറ്റ്സ് ഹൗ ഐ ആം. ഐ ഡോണ്ട് വാണ്ട് എനി മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് എനിവൺ ഇൻ ദ ഹൗസ്. അതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. അതുപോലെ ആര്യൻ്റെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുമെന്ന്. ലാലേട്ടൻ്റെ അടുത്ത് എനിക്കെന്തോ പറയാനുണ്ട് ലാലേട്ടാ, കൈവക്കിട്ട്. ആര്യ മോനെ പറയൂ. എനിക്കൊന്നും പറയാനില്ല ലാലേട്ടാ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ബ്ലാങ്ക് അടിച്ചു. എനിക്ക് വായിൽ ലാലേട്ട ഒന്നും പറയാനുള്ള ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര കോമഡി ഉണ്ടായിട്ടില്ല. ലാലേട്ടൻ എപ്പോഴും എന്നെ നോക്കി ചിരിക്കും. ലാലേട്ടൻ എപ്പോഴും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പോകും. ലാലേട്ടൻ ഇങ്ങനെ ചിരി ഇങ്ങനെ നിർത്താൻ നോക്കും, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ വെരി നൈസ്. ലാലേട്ടൻ ആര്യനെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടമുണ്ട് തീർച്ചയായിട്ടും. അതെ, ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. എന്താ ആര്യ മോനെ നീ പറയില്ല ലാലേട്ടാ, നീ അത് പോയിരിക്കണോ മോനൊക്കെ. അടിപൊളി കാര്യത്തിലൊക്കെ ആ ലാലേട്ടന്റെ ആ ഒരു ഓറ കണ്ടിട്ട് പറയാനുള്ളത് മറന്നുപോയതാണ്. സീരിയസ്ലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്ലാങ്ക് അടിച്ചു പോകും. ആര്യൻ എണിച്ചിരിക്കൂ, എന്താ പറയാനുള്ളത്? ലാലേട്ടൻ ഒന്നുമില്ല പറയാൻ. പക്ഷെ എന്റെ മൈൻഡിൽ അതിൽ വേറെ ഇഷ്ടപ്പെട്ട ടോപ്പിക്സ് ഉണ്ട് പറയാൻ, പക്ഷെ ബ്ലാങ്ക് അടിച്ചു പോകും. അദ്ദേഹത്തിന്റെ രണ്ടാം കാര്യം പറഞ്ഞ പോലെ ഒരു ഓറ, ബ്യൂട്ടിഫുൾ.